ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പം അവിടെയാണ് ആദ്യം ദക്ഷചരിതം വരുന്നത്. നേരത്തെ നമ്മൾ സ്വയംഭൂ മനുവിൻ്റെ 5 കുട്ടികളുടെ കാര്യം പറഞ്ഞു. അതിൽ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അതിൽ ആ പെൺകുട്ടികളിൽ ഒന്നാമത്തവളായിരുന്നു ദേവഹൂതി. ദേവഹൂതിയിലാണ് കപിലൻ വന്നത്. രണ്ടാമത്തെ പെൺകുട്ടിയെ പ്രസൂതിയിൽ ഉണ്ടായ മകനാണ് ദക്ഷൻ. ദക്ഷൻ വലിയ കഴിവുള്ള, വളരെയധികം സാമർഥ്യമുള്ള, ശക്തിയുള്ളൊരു നേതാവായിരുന്നു. അപ്പം ദക്ഷൻ അന്ന് സാമ്പത്തികമായി നല്ല കഴിവുണ്ട്, ഒരു നേതൃത്വ ശക്തിയുണ്ട്, പൊളിറ്റീഷ്യനാണ്, അന്നത്തെ ഒരു ലീഡറാണ്. ആര്? ദക്ഷൻ. ദക്ഷൻ്റെ മകളായിരുന്നു സതീദേവി. അപ്പം ഈ സതീദേവി വളർന്ന് പ്രായമായപ്പോൾ സതീദേവിക്കൊരു മോഹം, കല്യാണം കഴിക്കുക. അവൾ കുട്ടിക്കാലത്ത് തന്നെ ശിവനിലൊരു അനുരാഗമാണ്. അപ്പം അതുകൊണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ശിവനെയാണ്, പരമശിവനെയാണ് കല്യാണം കഴിക്കുക. ഇത് ദക്ഷനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ദക്ഷനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളായിരുന്നു ആര്? ഏലംകുളം മഹാദേവൻ. കാരണം ഏലംകുളം മഹാദേവൻ വളരെ സമ്പന്നനാണെങ്കിലും ദക്ഷനെ സംബന്ധിച്ച് ശിവൻ അത്ര സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. മഹാവിഷ്ണുവിനൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ശിവന് കൊടുത്താൽ ശരിയാവില്ല എന്നൊരു തോന്നൽ. ആർക്ക്? ദക്ഷന്. കാരണം ദക്ഷൻ നോക്കുമ്പോൾ ശിവൻ്റെ ശരീരത്തിൽ ബാങ്കുകാർ പോലും എടുക്കുന്ന ഒരു സാധനമില്ല. മഹാവിഷ്ണു ആണെങ്കിൽ കിരീടമുണ്ട്, കയ്യിൽ തളയും വളയും മാലയും രത്നാഭരണങ്ങളൊക്കെ ഉണ്ട്. ശിവനാണെങ്കിൽ മേലൊക്കെയുള്ളത് എന്താണ്? പാമ്പാണ്. പിന്നെ ശൂലം ഒട്ടും ബാങ്കുകാരെടുക്കില്ല, പിന്നെ ഉടുക്കാണ്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആയതുകൊണ്ട് ദക്ഷൻ മകളെ പിന്തിരിപ്പിച്ചു. പക്ഷെ മകളാണെങ്കിൽ നിന്ന നിൽപ്പിൽ പറഞ്ഞു, ശിവനെ അല്ലാതെ ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. ഈ ഒരു പിടിവാശിയൊക്കെ കാണിച്ചാൽ പിന്നെ മകൾ പറയുന്നിടത്തല്ലേ അച്ഛന് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മകൾ പറഞ്ഞ പോലെ ശിവൻ അങ്ങോട്ട് കൊടുത്തു. കാര്യമായിട്ടൊന്നും ആർഭാടം ഉണ്ടായില്ല, ഒരു തരത്തിലുള്ള ഉത്സവ ആഘോഷമൊന്നുമില്ല. ഇന്നത്തെ പോലെ മെഹന്തി കല്യാണം, കുതിരപ്പുറത്ത് പോവുക, ആനപ്പുറത്ത് പോവുക, ഒരു സാധാരണ രീതിയിൽ രജിസ്ട്രേഷൻ കല്യാണം പോലെ. ശിവനാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ശിവൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു ഭഗവാനായതുകൊണ്ട് ശിവൻ സതീദേവിയും കുട്ടി നേരെ പോയി. അവർ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങി, സതീദേവിയും പരമശിവൻ. എന്നാൽ ദക്ഷനത് വീണ്ടും വീണ്ടും മനസ്സിലൊരു വിഷമം. ഞാനിങ്ങനെ ആർഭാടമായിട്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് വിചാരിച്ചായിരുന്നു മകളുടെ കല്യാണം. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കണം. പക്ഷെ അതിനൊന്നും ഇതിനെ പറ്റിയ ആളായിരുന്നില്ല. ആര്? അങ്ങനെ ആർഭാടത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളായിരുന്നില്ല. ആര്? വരൻ. ആരാ വരൻ? ശിവൻ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു രജിസ്ട്രേഷൻ കല്യാണമാക്കി ഒതുക്കി വെക്കേണ്ടി വന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വധൂവരന്മാർ വളരെ സുഖമായിട്ട് ജീവിക്കണം. ഇവിടെ ദക്ഷനാണെങ്കിൽ ഇങ്ങനെ നടന്നുപോയ കാര്യത്തെക്കുറിച്ച് ഉള്ളിലൊരു അമർഷം, ദേഷ്യം. അപ്പം ശിവനോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ആർക്ക്? കാലം മുന്നോട്ട് പോയപ്പോൾ അങ്കിരസ മഹർഷിവര്യന്മാരുടെ യാഗം നടക്കുക. അപ്പോൾ യാഗത്തിന് ത്രിമൂർത്തികൾക്ക് സ്ഥാനമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, ഇപ്പോൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ അപ്പുറത്തിപ്പുറത്തൊക്കെ വിളക്ക് വയ്ക്കും, അത് കണ്ടിട്ടുണ്ടല്ലോ. ഗുരുവിന് കണ്ടിട്ടുണ്ടോ? ദേവിക്കൊക്കെ ഒരു സ്ഥാനം കൊടുക്കും. എന്നതുപോലെ ഇവിടെ യാഗസ്ഥലത്ത് 3 സ്ഥാനം ഉണ്ടായിരിക്കണം. അതാരാണ്? ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
അങ്ങനെ ഈ ഈ അങ്കിരസ് മഹർഷിമാരുടെ യാഗസ്ഥലത്തേക്ക് 3 പേർക്കും ക്ഷണമുണ്ട്. 3 പേരും അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ആരൊക്കെ? ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരൻ. അങ്ങനെ 3 പേരും വന്ന് ആ യാഗത്തിനുള്ള സമ്പത്ത് മുഴുവൻ കൊടുത്തത്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തത് മുഴുവൻ ആരാണ്? കേൾക്കുന്നില്ല. നിങ്ങൾ നാളെ ആ മിക്സർ മാറ്റൂ. ആ മിക്സർ പോലും കപ്പാസിറ്റി ഇല്ലാത്തതാണ്, വലിക്കുന്നില്ല ഇതൊന്നും. അതുപോലെ ഈ മോണിറ്ററിനെ മാറ്റാൻ പറ്റുമോ നോക്കും നിങ്ങൾ. ഈ മോണിറ്റർ വേറെ ഏതെങ്കിലും മോണിറ്റർ, നല്ലൊരു സിസ്റ്റം. സർവത്ര ഗോവിന്ദനാമ. കാരണം എനിക്കിത് കഴിഞ്ഞിട്ടും സപ്താഹമുണ്ടേ, എൻ്റെ തൊണ്ട പോകാൻ സമ്മതിക്കില്ലേ ഞാൻ. കാരണം ഇനിയൊരു സപ്താഹം കൂടി കഴിയാനുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? യാഗത്തിന് വേണ്ടുന്ന സാമ്പത്തികം നൽകിയത് മുഴുവൻ ദക്ഷൻ. അപ്പോൾ ദക്ഷൻ യാഗസ്ഥലത്തേക്ക് കയറി വരുമ്പോൾ എല്ലാ ദേവീദേവന്മാരും ആളുകളും ഋത്തിക്കുകളും എല്ലാം ദക്ഷനോടുള്ള ബഹുമാനാർത്ഥം എണീറ്റ് നിന്നു. അപ്പോൾ ദക്ഷൻ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കയറി വന്നാൽ ഉള്ളിൽ നമുക്ക് വലിയ ബഹുമാനം ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള അറിയില്ല. പക്ഷെ എന്നാലും കണ്ടു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കണമല്ലോ. കാരണം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ആയിപ്പോയില്ലേ. അപ്പോൾ മനസ്സിലായില്ലേ, ചില സമയത്തുണ്ടല്ലോ യോഗ്യത ഉണ്ടായിട്ടല്ല, പക്ഷെ ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് അവരെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും വല്ല വിദ്യാഭ്യാസം അയാൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഈ രീതിയിൽ എല്ലാവരും എണീറ്റ് നിന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ ദക്ഷൻ നോക്കുകയാണ്, ഇവിടെ എന്നെ കണ്ടിട്ട് എണീക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? എണീറ്റവരെയല്ല നോക്കിയത്. ആരെയാ നോക്കുന്നത്? എണീക്കാത്തവർ വല്ലവരും ഉണ്ടോ? ആരെങ്കിലും എണീക്കാത്തവർ. അപ്പം നോക്കുമ്പോൾ 3 പേര് എണീറ്റിട്ടില്ല. ആരാ 3 പേര്? ബ്രഹ്മാവ് എണീറ്റില്ല. ബ്രഹ്മാവ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ്. വിഷ്ണു ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയാണ്. ശിവനാണെങ്കിൽ ത്രിമൂർത്തികൾ വിചാരിച്ചു, ഭഗവാൻ പരമശിവൻ വിചാരിച്ചു അവർ 2 പേരും എണീക്കാത്തത് കൊണ്ട് ഞാൻ എണീക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ആരും എണീറ്റില്ല. പക്ഷെ ശിവനെ ദക്ഷൻ നോക്കുന്നത് ഏത് കണ്ണിലൂടെയാണ്? മരുമകനാണ്. കണ്ണൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞ മരുവനല്ലേ എന്നുള്ള രീതിയിലാണ്. എൻ്റെ മരുവനാണ്. അപ്പം ഈ രീതിയിൽ എൻ്റെ മരുമകൻ എന്നെ കണ്ടിട്ട് എണീക്കാതിരിക്കുക, അത്ര അഹങ്കാരം പാടും. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും, എണീക്കണം. ശിവൻ കണ്ണുകൊണ്ട് എണീക്കില്ല. 2 പേരും കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. എണീക്കണമെന്ന് ദക്ഷനും എണീക്കില്ല എന്ന് ദക്ഷനും. ഇപ്പം വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവാറില്ല. കണ്ണുകൊണ്ടൊക്കെ നിങ്ങൾ മക്കളൊക്കെ ഭർത്താവിനൊക്കെ കാണിച്ചു കൊടുക്കില്ലേ എന്തെങ്കിലുമൊക്കെ ആംഗ്യങ്ങളൊക്കെ? ഉണ്ടോ ഇല്ലയോ? അത് ചില സമയത്തൊക്കെ കാണാം. അമ്പലത്തിലൊക്കെ പോയാൽ ഭർത്താവിനോട് പറയും ഇതേ ദക്ഷിണയൊക്കെ കൊടുക്കും, ഇങ്ങനെയൊക്കെ കാണും. തല കുരിക്കും മനുഷ്യയാണ്, നട്ടല് കുരിക്കൂ എന്നൊക്കെ പറയും. ആ മനുഷ്യൻ ജന്മം നട്ടല് കുരിക്കൂല്ല, ഭഗവാനോ അതായിരുന്നു. അപ്പം ഇങ്ങനെ ഈ തരത്തിലൊക്കെയുള്ള ഒരു ആംഗ്യ ഭാഷയിലൂടെയൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ എന്ത് കാണിച്ചു കൊടുത്തിട്ടും ശിവൻ അവിടെ നിന്ന് ഒരടി പോലും ഇറങ്ങിയില്ല. അങ്ങനെ ശിവൻ ഇളകാതെ നിൽക്കുമ്പോൾ ദക്ഷൻ അങ്ങോട്ട് കോപം വന്നു. കോപം കൊണ്ട് പൊട്ടിത്തെറിച്ച് അവിടുന്ന് ശിവനെ അങ്ങോട്ട് ചീത്ത വിളിച്ചു. നമ്മൾ ശിവൻ്റെ സഹസ്രനാമല്ലേ കേട്ടുള്ളൂ. ഇത് ചീത്തനാമം ആരാ പറയണത്? ചീത്ത വിളിക്കുന്ന നാമങ്ങൾ ദക്ഷനാണ്. അങ്ങോട്ട് കുറേ ചീത്ത വിളിച്ചു, ഭയങ്കരമായിട്ട്. ചീത്തവിളിയൊക്കെ കേട്ട് പരമശിവൻ മൗനം ബഭൂവ, ഒരക്ഷരം മിണ്ടിയില്ല. പൊതുവേ നമ്മൾ കേട്ടിരിക്കുന്ന ശിവൻ ക്ഷിപ്രകോപിയാണ്. പെട്ടെന്ന് കോപം വന്ന് പൊട്ടിത്തെറിച്ച് ചില സമയത്ത് ശിവൻ കണ്ണൊന്ന് മാറി തുറന്നാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക അറിയില്ലല്ലോ. പക്ഷേ ഇവിടെ ദക്ഷൻ ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടും പരമശിവൻ തൻ്റെ ശാന്തത ഒരിക്കലും വിട്ടില്ല. ഒരാളെ നിങ്ങൾ ചീത്ത വിളിച്ചു എന്നിട്ടും അയാൾക്കൊരു കുലുക്കല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നുകൂടി തീവ്രത കൂടുകയോ കുറയോ?
കൂടും. പിന്നെ അങ്ങോട്ട് ശപിച്ചു കളഞ്ഞു. ഇനി മേലാൽ ശിവൻ കൊടുക്കുന്ന വരങ്ങളൊന്നും ആർക്കും ഗുണം ചെയ്യാതിരിക്കണം, എന്ന് വെച്ചാൽ ഏൽക്കാതിരിക്കണം. രണ്ടാമത്, ഇനി യാഗത്തിനൊന്നും ആർക്ക് സ്ഥാനമുണ്ടാവരുത്? ആർക്ക് സ്ഥാനമുണ്ടാവരുത്? ദക്ഷന് ദക്ഷനാണോ? ശിവന് സ്ഥാനമുണ്ടാവരുത്, ഈ രുദ്രഭാഗം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇനി ശിവൻ ആരാലും ആദരിക്കപ്പെടാത്തൊരു വ്യക്തിയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ശിവനെ ശപിച്ചു. ഇത് കേട്ടപ്പോൾ നന്ദീശ്വര സ്വാമിക്ക് കലി വന്നു. നന്ദീശ്വര സ്വാമി ഒരു ശാപം ദക്ഷനും കൊടുത്തു. എന്താണ്? അധികം വൈകാതെ നിന്റെ തല ആടിൻ്റെ തലയേക്കോട്ടെ എന്ന്. അപ്പം ദക്ഷൻ്റെ അഹങ്കാരം അങ്ങോട്ട് കൊണ്ടു നടന്ന സമയത്ത് അധികം വൈകാതെ തല, ഏതിൻ്റെ തല? ആണിൻ്റെ തലയാണപ്പം. ഇനിയിപ്പോൾ അതൊക്കെ കൂടെ ആണിൻ്റെ തലയാണപ്പം. ഇനിയിപ്പോൾ ഏത് തലയാവണം? ആടിൻ്റെ തലയാവണം. അങ്ങോട്ട് ശാപം കൊണ്ട്, ചീത്തവിളി കൊണ്ട് നിറഞ്ഞ രണ്ടുപേരും. ദക്ഷൻ കോപിച്ചവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശിവൻ പിന്നെ മിണ്ടാതിരുന്നു. യാഗമൊക്കെ ചെയ്ത് കംപ്ലീറ്റ് നടന്ന് അത് കഴിഞ്ഞ് ശിവനും യാഗസ്ഥലത്ത് നിന്ന് പോയി. സതീദേവി ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? യാഗമൊക്കെ ഗംഭീരായിരുന്നില്ലേ? അങ്ങേ അച്ഛൻ വന്ന് കണ്ടില്ലേ? സുഖം തന്നെയല്ലേ? അപ്പോൾ അച്ഛനെ കണ്ടില്ലേ? അച്ഛൻ കുശലങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ പരമശിവൻ നോക്കണം, ഇത്രയും നല്ലൊരു ഭർത്താവിനെ ലോകത്തിൽ കിട്ടില്ല. തന്നെ ചീത്ത വിളിച്ച അമ്മായിയപ്പനെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുമോ? വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയോട് പറയും, നിൻ്റെ അമ്മായിയപ്പനെ ഞാൻ രണ്ടെണ്ണം കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ നിൻ്റെ അച്ഛനായതുകൊണ്ട് ഞാൻ നിന്നെ ഓർത്ത് ഞാൻ ചെയ്തില്ല എന്നൊക്കെ പറയും, അല്ലേ? അത്ര കലി വന്നു എന്നൊക്കെ പറയും. എന്നാൽ പറഞ്ഞു, നിൻ്റെ അച്ഛൻ നല്ലൊരു മനുഷ്യൻ, കുറേ സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത് നമുക്കേ അറിയുള്ളൂ. ആർക്കറിയില്ല? സതീദേവിയുടെ മുന്നിൽ അച്ഛനെയൊക്കെ ഒന്ന് പൊക്കി പറഞ്ഞപ്പോൾ സതീദേവിക്ക് സമാധാനമായി. എൻ്റെ അച്ഛനെ പോലെ തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടാവില്ല എന്നാണ് ആര് കരുതിയത്? സതീദേവി. എന്നാൽ യഥാർത്ഥം എന്താ നമുക്കേ അറിയുള്ളൂ. കാലം മുന്നോട്ട് പോയി, എവിടെയും യാഗമില്ല, ആരും യാഗം ചെയ്യാൻ തുനിഞ്ഞില്ല. കാര്യം യാഗത്തിന് ആരെ വിളിക്കാൻ പറ്റില്ല. 3 പേരുണ്ടെങ്കിൽ, ത്രിമൂർത്തികളുണ്ടെങ്കിൽ യാഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ശിവനെ വിളിക്കാൻ പറ്റില്ല, ആർക്കും ധൈര്യമില്ല. അപ്പം യാഗമില്ലാത്ത ഭൂമി. അപ്പം ദക്ഷന് തോന്നി, ഞാൻ തന്നെ ഫിനാൻസ് മുടക്കി ഒരു യാഗം ചെയ്യുക, അതിലാരുണ്ടാവില്ല? ശിവനുണ്ടാവില്ല. നോക്കാലോ നമുക്ക്, ശിവനില്ലാതെയും യാഗം ചെയ്യാൻ സാധിക്കുമോ? യാഗത്തിൻ്റെ ഒരുക്കങ്ങൾ, പിന്നെ പൈസ കൊടുത്ത പൂജാരിമാരെ കിട്ടാൻ പ്രയാസമില്ലല്ലോ. അവരൊക്കെ അങ്ങോട്ട് വന്നു, യാഗമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഹോമകുണ്ടത്തൊക്കെ തയ്യാറാക്കി അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച്. പ്രധാന ചടങ്ങിന് 3 പേര് വേണം, ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനും. അപ്പം ആ സമയത്ത് ത്രിമൂർത്തികൾ വന്നിട്ടില്ല. കാരണം ബ്രഹ്മാവ് വിഷ്ണുവിനോട് പറഞ്ഞു, രുദ്രനില്ലാത്ത യാഗത്തിൽ പോയാൽ ശരിയാവില്ല. കാരണം പ്രധാന പങ്ക് രുദ്രനാണ്, പ്രധാനപ്പെട്ട പങ്ക് യാഗത്തിന് രുദ്രനാണ്. അതുകൊണ്ട് രുദ്രനില്ലാത്തത് കൊണ്ട് ഞാൻ ബ്രഹ്മാവിനാണിച്ചാൽ പ്രത്യേകിച്ച് യാഗത്തിൽ ഒരു വലിയ റോളില്ല. അപ്പൊ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് ഞാനും ക്യാൻസൽ ചെയ്തു. അങ്ങനെ വിഷ്ണുവും ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ബ്രഹ്മാവും ഇല്ല. പക്ഷെ ഇത് ദക്ഷനെ അറിയിച്ചില്ല. ദക്ഷൻ വിചാരിച്ച് പ്രതീക്ഷയിലിരിക്കുകയാണ്. എന്ത്? 2 പേര് അടുത്ത പ്ലെയിനിൽ വരുന്നുള്ളത്. ദക്ഷൻ ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് വരും, പ്ലെയിൻ വരുന്നുണ്ടോ. ആ സമയത്താണ് സതീദേവി പരമശിവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞത്, അല്ല, അച്ഛൻ ഇങ്ങനെ ഒരു യാഗം ചെയ്യുന്നു എന്നുള്ളൊക്കെ വാർത്ത ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്നോടാണെങ്കിൽ ദേവിമാരൊക്കെ പറയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ യാഗസ്ഥലത്ത് പോവേണ്ടത് ഒരു മകളുടെ ഒരു ഉത്തരവാദിത്വ ധർമ്മമൊക്കെ അല്ലേ? പിന്നെ അച്ഛൻ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഒരു കുഴപ്പം. അച്ഛനായതുകൊണ്ട് ക്ഷണിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ ശിവനോട് ചോദിക്കുകയാണ്.
അതായത് ശിവനോട് പറയാണ് നമുക്കും യാഗത്തില്, കാരണം അച്ഛനെ കുറിച്ച് അത്ര പുകഴ്ത്തിയിട്ടാണ് ആര് പറഞ്ഞത്, മുന്നിലെ കേസിലൊക്കെ പറഞ്ഞത്. അപ്പൊ അച്ഛൻ ഓക്കെ നോർമലാണെന്നാണ് ആരുടെ വിചാരം. ഇത് ടൈം ബോംബാണെന്നുള്ളത് സതീദേവിക്ക് അറിയില്ലല്ലോ. അന്ന് പൊട്ടിത്തെറിച്ചിട്ടാന്ന് മാത്രം, മനസ്സിലായില്ലേ? മനുഷ്യ ബോംബാണ് ആര്, ദക്ഷൻ. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞു, എന്നാൽ അങ്ങോട്ട് പുറപ്പെടാം അല്ലേ എന്നൊക്കെ. പണ്ടൊക്കെ അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ടോക്കാണ്. ഇന്നത്തെ പോലെ നിങ്ങളെന്താ തയ്യാറായില്ലേ നമുക്ക് പോവാൻ മനുഷ്യ എന്ന് പറയും. ഇന്നത്തെ പോലെ ഡയറക്റ്റ് ടോക്കില്ല. അന്നൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആണ്. അപ്പോ അങ്ങോട്ട് പോവാൻ റെഡി ആവുകയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം, പോവാൻ തയ്യാറായിക്കോണം. പരമശിവൻ പറഞ്ഞു, ദേവി കാര്യമൊക്കെ നല്ലതാണ് പോകുന്നത്, പക്ഷെ ചിലവരൊക്കെ വിളിച്ചാലും പോവാതിരിക്കുന്നത് അവനവന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അന്ന് ശിവനെ കിട്ടിയ ആരോഗ്യത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായതാണ്. ദേവി ഞാൻ ഇല്ല, ദേവിക്ക് അത്ര നിർബന്ധമുണ്ടെങ്കിൽ ദേവി പൊയ്ക്കോളും, ഞാനില്ല. അപ്പൊ ദേവി ഒരു നോട്ടം, എന്താ ഒരു കുഴപ്പം? ഇല്ല ദേവി ഞാനില്ല. ചിലരൊക്കെ വിളിച്ചാൽ പോവാതിരിക്കുന്നത് അവനവന്റെ തടിക്ക് നല്ലതാണ്. എന്നാ അതെന്തെങ്കിലും മനസ്സിലാക്കണ്ടേ? നേരത്തെ പോയപ്പോ ശിവന്റെ തടിക്ക് എന്തോ ഒരു കുഴപ്പം. അപ്പൊ സതീദേവി ആണെങ്കിൽ പാവം ഒരു സാധാരണ ഒരു നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. രോഗങ്ങളും രോഗകാരണവും യോഗയിലൂടെ അതിനുള്ള പരിഹാരങ്ങളുമാണ്. ഒരാളെ സ്വീകരിക്കണ്ടേ? അതിന് എന്തൊക്കെയായിട്ട് പോയി, ബൊക്കെ വേണം, മാല വേണം, പിന്നെ പൂർണ്ണ കുംഭം വേണം, ഇതൊക്കെ തയ്യാറാക്കി ഓടി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബ്രഹ്മാവും ഇല്ല, വിഷ്ണുവും ഇല്ല. തൻ്റെ മകളെങ്ങനെ കൊടയൊക്കെ എടുത്ത് കൊടയൊക്കെ കറക്കി കൊണ്ടുവരികയാണ്, കൊട്ടും വാദ്യവും കുരവയ്ക്കായിട്ട്. ദക്ഷൻ അപ്പം ഹാർട്ടിനൊരു അറ്റാക്ക് പോലെ ഒരു വേദന. ഇവളാരാ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്, ഇവളെന്തിനാ വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, പിന്നെ ഇങ്ങനെ പുറകോട്ട് നോക്കണ്ടേ, സതീദേവിയുടെ പിന്നിലെങ്ങാനും വരുന്നുണ്ടോ മറ്റവന്. ആരെയാണ് നോക്കുന്നത്? ശിവനെ നോക്കുകയാണ്, വരുന്നുണ്ടോ. ഇവിടേക്ക് എഴുന്നള്ളില്ലോ ഒരു വല്ലാത്ത ദേഷ്യഭാവത്തില്. അപ്പോ സതീദേവിയെ നോക്കിക്കൊണ്ട് തീർത്തും ദേഷ്യത്തോടുകൂടി മുഖം തിരിച്ച് ഒരു നടത്തം. സതീദേവി പ്രതീക്ഷിച്ചില്ല തൻ്റെ അച്ഛൻ ഇങ്ങനെയൊരു പ്രവൃത്തി തന്നോട് കാണിക്കുന്നു. ഭയങ്കരമായിട്ട് നെഞ്ചിൽ ഒരാഞ്ഞടിച്ച പോലെ. ഉടനെ തന്നെ നന്ദീശ്വര സ്വാമിയോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോഴാണ് നന്ദീശ്വര സ്വാമി മുൻപത്തെ അക്കൗണ്ടിൽ ഉള്ളതിൻ്റെ ബാലൻസാണ് ഇപ്പം തന്നിരിക്കുന്നത്. അന്ന് എന്തൊക്കെ ശിവനോട് കാണിച്ചു എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞത്. സതീദേവി അവിടെ നിന്ന് പൊട്ടി കരഞ്ഞ് പിന്നീട് ആ യജ്ഞവേദിയിലേക്ക് കയറിയപ്പോൾ ആരും എണീറ്റ് നിന്നില്ല എന്നുള്ള. സാക്ഷാൽ പരമശിവന്റെ പത്നിയെ കണ്ടിട്ട് ആരും ഒരാളും ആരെ പേടിച്ചിട്ട് കൃഷ്ണനെ പേടിച്ചിട്ട്. പിന്നെ സതീദേവി മനസ്സെല്ലാം വേദനിച്ച് അങ്ങോട്ട് ദക്ഷനോട് കുറെ അങ്ങോട്ട് പറഞ്ഞു, നിന്റെ മകളായി ജനിച്ചതിൽ എനിക്ക് വേദനയുണ്ട്, ഇനി ഞാൻ തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തിരിച്ചു പോയാൽ എന്നെ സതീ നല്ല ചിലപ്പം വിളിക്കുക, എന്നെ ദാക്ഷായണി എന്ന് വിളിക്കുന്ന പേര് കേൾക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ഏതൊരു നാമം ചൊല്ലിയാണ്, ശിവനാമം ചൊല്ലിയാലാണോ എല്ലാവരുടെ മനസ്സും പവിത്രമാകുന്നത്, എല്ലാവരുടെ മനസ്സിലും ദൈവീകത വരുന്നത്? ആ ശിവനെയാണല്ലോ നീ ദ്വേഷിച്ചത്. നിന്റെ മനസ്സും ശരീരം മാത്രമല്ല, നിന്റെ മനസ്സും പാപിഷ്ടമാണ്, നീ പാപിയാണ്, നീ മഹാദ്രോഹിയാണ് എന്ന് പറഞ്ഞ് സതീദേവി സ്വയം യോഗാഗ്നി കൊണ്ട് കത്തി എന്നുമുണ്ട്. അല്ലെങ്കിൽ എതിലേക്ക് ചാടി, അവിടെ യാഗാഗ്നിയിലേക്ക് ചാടി ശരീരം ഉപേക്ഷിച്ചു എന്നുള്ള കഥയുണ്ട്.
ഏതായാലും ദേവി ശരീരം ഉപേക്ഷിച്ചു. ആ ഒരു സ്ഥലമായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ കണക്കാക്കിയിട്ടുള്ളത്. അവിടെ ഒരു യാഗസങ്കല്പമാണ്. അങ്ങനെ സതീദേവി ശരീരം ഉപേക്ഷിച്ചു എന്ന വാർത്തകൾ കേട്ടതും നന്ദീശ്വര സ്വാമി അവിടെ ആഞ്ഞടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഓടി പരമശിവനെ വിവരറിയിച്ചു. ധ്യാനനിരതനായ ശിവൻ തടകുടഞ്ഞെണീറ്റ് ജടയെടുത്ത് താഴെ ഒരടിയും അതിൽ നിന്നൊരു ഉഗ്രരൂപം പ്രകടമായി. ആ രൂപത്തിന്റെ പേരായിരുന്നു വീരഭദ്രസ്വാമികൾ. അങ്ങനെ വീരഭദ്രസ്വാമികൾ ഒരു കൊടുങ്കാറ്റായിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. എന്നിട്ട് യാഗശാലയിൽ പണ്ട് ശിവനെ ദക്ഷൻ ചീത്ത വിളിക്കുമ്പോൾ കൂടെ നിന്ന് ചിരിച്ച് പരിഹസിച്ചവരുണ്ട് കുറച്ച് പേര്. ദൈവൻ പല്ലളിച്ചിട്ടാണ് ചിരിച്ചത്. അവൻ്റെ 2 സെറ്റ് പല്ലും എടുത്തിട്ട് നേരെ ഓരോന്നോരോന്ന് അപ്പം നന്ദീശ്വര സ്വാമിക്ക് കയ്യിൽ കൊടുക്കും. അത് ഹോമകുണ്ടത്തിൽ ഓം പല്ലായ സ്വാഹ. നെയ്യില്ല, എന്താണ് പല്ല് കൊണ്ടിടും. ദൈവൻ താടി കുലിക്കുകയാണ് ചിരിച്ചത്. ഇവന്റെ താടി മുഴുവൻ പറിച്ചിട്ട് ഓ താടിയായ സ്വാഹ. ഹോമകുണ്ടത്തിലൊക്കെ കത്തുന്നത് താടി, മുടി. ചിലരുടെ ഒരുത്തൻ്റെ അവൻ കാത് ആട്ടിച്ചിരിച്ചു എന്നാണ്. അവൻ്റെ കാത് പറിച്ചെടുത്തിട്ട് അത് കൊണ്ട് കാതായ സ്വാഹ. ഒരുത്തൻ്റെ കണ്ണ് മുഴുവെടുത്തിട്ട് അത് കൊണ്ട് സ്വാഹ. എന്തൊക്കെ രീതിയിൽ ഗോഷ്ഠി ഓരോരുത്തരും കാണിച്ചു. അവർക്കൊക്കെ അതിന് ശിക്ഷകളൊക്കെ കൊടുത്തു. അവസാനം ദക്ഷനെ പിടിച്ചു. ഈ യാഗത്തിന്റെ മെയിൻ ആളാണ് ആര്? ദക്ഷൻ. അതുകൊണ്ട് യാഗത്തിനൊരിക്കലും ഒരു കത്തി ഉപയോഗിച്ച് ഒരാളെ കൊല്ലരുതെന്നാണ്. ഒരാളെ നല്ല ആരെയും കത്തിക്ക് പകരം അവര് വപ എന്ന് പറയും, ഒരു ലേശം മാംസം വേണം ഈ യാഗത്തിന് പണ്ട് കാലങ്ങളിലൊക്കെ. അപ്പൊ മൃഗത്തിന്റെ വപയെടുക്കുന്നതിന് അതിനെ ഒരു വധിക്കുന്നതിനൊക്കെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെയാണ് ഒരുപാട് മൃഗഹത്യകളൊക്കെ പണ്ടുള്ളവർ ചെയ്ത്. മനസ്സിലായില്ലേ? പഴയ കാലത്ത് അതൊക്കെ പഴയ പ്രാചീനങ്ങളായ ബുക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ദക്ഷന്റെ തല എടുക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പകരം എന്ത് വെക്കണം? ഈ തല ഊരിയെടുക്കണമല്ലോ. അപ്പൊ തല പിഴുത് ചുറ്റി നമ്മൾ ഈ അരിഷ്ടത്തിന്റെ ബോട്ടിലൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ ഈ ടോണിക്കൊക്കെ വാങ്ങിച്ചാൽ എങ്ങനെയാ തുറക്കുക? നിങ്ങൾ നല്ല ശക്തിയിലൊന്ന് പിരിക്കും. അതുപോലൊരു പിരിവിരിച്ചതും തല ഊരിപ്പോകും. അങ്ങനെ ആദ്യമായി തല ഊരിപ്പോകുന്ന ആളാണ് ആര്? ദക്ഷൻ. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു തല തിരിച്ചു വെക്കുകയും ഇതല്ല, തിരിച്ചു വെക്കല്ല. ഏത് വെക്കണം? ആടിന്റെ തല. ഇവരെവിടെ നിന്ന് ഒരു ആടിനെയൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ തലയെടുത്ത് ദക്ഷന്റെ കഴുത്തിന്റെ മുകളിൽ വെച്ച് കറക്റ്റ് അങ്ങോട്ട് ഫിറ്റായി. അങ്ങനെ ആദ്യമായി തലമാറ്റി വെക്കൽ ശസ്ത്രക്രിയ. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. രോഗങ്ങളും രോഗകാരണവും യോഗയിലൂടെ അതിനുള്ള പരിഹാരങ്ങളുമാണ്. മനുഷ്യനുള്ള കാലം മുതൽ തന്നെ രോഗമുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ചിലർക്ക് ആടിന്റെ തല കിട്ടുമ്പോഴാണ് വിവരം വന്നത്. പിന്നെ ആ ശിവനെ സ്തുതിക്കുന്നതും അതിന് ഭഗവാൻ വിഷ്ണു മറുപടി പറയുന്ന ഭാഗമാണ് 4-ാം സ്കന്ധം 7-ാം അധ്യായം 50, 51, 52, 53, 54 ശ്ലോകങ്ങൾ. ഈ ദക്ഷയാഗ കഥയുടെ തത്വം ഒളിച്ചു വെച്ചിരിക്കുന്നത് ഈ ശ്ലോകങ്ങളിലാണ്. 4-ാം സ്കന്ധം 7-ാം അധ്യായം 4, 7, 50, 51, 52, 53, 54. എന്താണ്? അഹം ബ്രഹ്മാശ്ച ശർവശ്ച ജഗതകാരണം പരം ആത്മീശ്വര ഉപദൃഷ്ട സ്വയം ദൃക് അവിശേഷണ. എന്താ പറയുന്നത്? അഹം ബ്രഹ്മാശ്ച ശർവശ്ച. വിഷ്ണു ഭഗവാൻ പറയാണ്, ഞാനും ബ്രഹ്മാവും ശിവനും ഒരേ ആത്മതത്വത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. നമ്മളിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പൊതുവേ നമുക്ക് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്തിൽ എവിടെയോ കടന്നിട്ട് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ആളുകളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്, അല്ലേ? അങ്ങനെ ആകാശത്തിൽ ഇരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ആളുകളല്ല ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും.
ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരൻ. പിന്നെ ആരാണ് ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ പറയുന്നത്? ശ്രദ്ധിക്കുക. ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിന്ദു മതത്തിൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുണ്ട്. അപ്പം മറ്റു മതങ്ങളിലൊക്കെ ദൈവമാണ് സൃഷ്ടാവ്. അവർ ദൈവത്തെ സൃഷ്ടാവായി കാണും. നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ദൈവത്തെ കർത്താവായി കാണും. കർത്താവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മം ചെയ്തതുകൊണ്ട്, ആ കർമ്മം ചെയ്തതുകൊണ്ടാണ് അവര് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കാണും. ഇനി ഇസ്ലാം മതത്തിലും നമുക്ക് കേട്ട് കാണാം സൃഷ്ടാവ് എന്നാണ് അവർ ദൈവത്തെ വിളിക്കുക. എന്താണ്? അപ്പൊ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഭൂമിയെയും ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. അത് നമ്മൾ ബൈബിൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം ദൈവം ഇത് സൃഷ്ടിച്ചു, രണ്ടാമത്തെ ദിവസം അത് സൃഷ്ടിച്ചു, അല്ലേ? അങ്ങനെ ആറാമത്തെ ദിവസം റെസ്റ്റ് എടുത്തു. അതാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി റെസ്റ്റ് എടുക്കാൻ പോയതെന്നാണല്ലോ വേറൊരു മന്ത്രി പറഞ്ഞത്. അപ്പം സൃഷ്ടികർമ്മം ചെയ്താൽ റെസ്റ്റ് എടുക്കണം എന്നാണ്. അപ്പൊ എന്ത് പറഞ്ഞതുപോലെ ഇവിടെ ദൈവം സൃഷ്ടി ചെയ്തിട്ട് റെസ്റ്റ് എടുത്ത കഥകളൊന്നല്ല നമുക്ക് പറയാനുള്ളത്. ഇവിടെ സൃഷ്ടാവ് എന്ന് പറയുന്ന ബ്രഹ്മാവാണ്. ആരാണ്? ബ്രഹ്മാവ്. ഇപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സങ്കല്പശക്തിയാണ്, മനസ്സാണ് ബ്രഹ്മാവ്. സമഷ്ടി മനസ്സിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയും. വ്യക്തി മനസ്സിനെ ജീവൻ എന്ന് പറയും, സമഷ്ടി മനസ്സിനെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മളെല്ലാവരുടെയും ശ്രദ്ധിക്കുന്നാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. ഓരോ ഇൻഡിവിജ്വലും, നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെങ്കിലും നമ്മളിലൊരു കണക്ടിവിറ്റി ഉണ്ട്. എല്ലാ മനസ്സുകളും കണക്റ്റഡ് ആണ്. ഇന്നിപ്പം നമ്മൾ ഈ വെബ് എന്ന് പറയുന്ന സംഭവം, വെബ്, ഇപ്പം നമ്മൾ വേൾഡ് വെബ്, ഒരു ഒറ്റ ഇന്റർനെറ്റിന്റെ വേൾഡിലാണെന്ന് ഇപ്പം ലോകം ഇരിക്കുന്നത്. ആണോ? ആണോ അല്ലയോ? അത് പല നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെയാണെങ്കിലും സംഭവം വെബ് എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വേൾഡ് വെബ്. അങ്ങനെയാണല്ലോ WWW എന്നുള്ളത് വരുന്നത്. വേൾഡ് നെറ്റ്വർക്കിംഗ്, വേൾഡ് നെറ്റ്വർക്ക്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ നെറ്റ്വർക്കിലാണ്, ഒരു എട്ടുകാലിയുടെ വല പോലെ. ഇത് ജാലവിദ്യ എന്ന് നമ്മുടെ ഋഗ്വേദത്തിലൊക്കെ കാണുന്നുണ്ട്. എന്താണ്? അതായത് പരസ്പരം എല്ലാം കോർത്ത് ചേർത്ത് നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഞാൻ ശ്വസിക്കുന്ന വായു, നിങ്ങൾ ശ്വസിക്കുന്ന വായു ഒരേ അന്തരീക്ഷത്തിലെ വായുവാണ്. ആർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. എൻ്റെ ശരീരത്തിലെ ചൂടും നിങ്ങളുടെ ശരീരത്തിലെ ചൂടും, ഇപ്പൊ കൃഷ്ണനും രാമനും ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ ചൂടും ഒരേ അന്തരീക്ഷത്തിലെ ചൂടാണ്. ആണോ? എല്ലാവരുടെ ഉള്ളിലെ വെള്ളവും H2O ആണ്. അതിപ്പോ കൃഷ്ണനായാലും രാമനായാലും നമ്മളായാലും എല്ലാവരും. ആണോ? പറയൂ. എല്ലാം ഒരു പരസ്പര കണക്റ്റഡ് ആണെങ്കിൽ മനുഷ്യന്റെ മനസ്സുകളും, പറയൂ, ഒരു കണക്റ്റഡ് ആണ്. പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാ ഈ ജീവജാലങ്ങളുടെയും മനസ്സിനെ കോർത്ത് ചേർത്ത് പറയുന്ന ഒരു പേരാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് 4 തല വെച്ചിരിക്കുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ മനോബുദ്ധിചിത്തം അഹങ്കാരമാണ്. മനസ്സെന്ന് പറഞ്ഞാൽ 4 തരം ചിന്തകളാണ്. മനോബുദ്ധി ചിത്തമഹ, അതിന്റെ പ്രതീകങ്ങളാണ് 4 തലകളും. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്ന സങ്കല്പം, ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം. വിഷ്ണു എന്ന് പറയുമ്പോൾ പരിപാലനം. ശിവൻ എന്ന് പറയുമ്പോൾ മാറ്റം എന്നാണ് അർത്ഥം. എന്താണ്? പുതുമയിലേക്കുള്ള ഒരു മാറ്റം. ഇത് 3 സങ്കല്പ ശക്തികളാണ്. ഏതൊക്കെ? ബ്രഹ്മാവും വിഷ്ണുവും ശിവനും. ഈ 3 എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ നോക്കൂ, ഒരു സാധനം പുതിയതായി പ്രകടമാകുമ്പോൾ അതിന്റെ പിന്നിലൊരു സങ്കല്പ ശക്തിയുണ്ട്. എന്തുണ്ട്? പിന്നിലൊരു സങ്കല്പ ശക്തിയുണ്ട്. അത് കുറച്ച് നിലനിൽക്കുന്നു. അപ്പൊ അത് നിലനിൽക്കുന്നതിനെ വിഷ്ണുത്വം എന്ന് പറയുന്നു. പിന്നീട് അത് മാറി വേറൊന്ന് രൂപപ്പെടുന്നു. അപ്പൊ അതിന്റെ പേരാണ് ശിവത്വം എന്നുള്ളത്. അപ്പൊ ഇവിടെ ഉണ്ടാവുക, നിലനിൽക്കുക, മറയുക. എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ? പ്രകടമാവുക, നിലനിൽക്കുക കുറച്ച് നേരത്തേക്ക്, പിന്നീട് അത് മറഞ്ഞു പോവുക. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണോ അല്ലയോ? കൂടെ വരൂ. എല്ലാറ്റിലുമുണ്ട്. എല്ലാറ്റിലും ഈ ഉണ്ടായി നിലനിന്ന് മറയുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ കെട്ടിടങ്ങളായാലും ശരി, കാലം കൊണ്ട് പഴക്കം വരും. ഇപ്പൊ ഇവിടെയൊക്കെ കെട്ടിടങ്ങളൊക്കെ പുതിയതായി തോന്നുന്നുണ്ടെങ്കിലും കാലം കൊണ്ടൊക്കെ മാറ്റം വരുമോ? അവർക്ക് പറയൂ, വരും. ഏതിലും ഒരു ഉണ്ടായി നിലനിന്ന് മറയുന്ന ഒരു
സ്വഭാവമുണ്ട്. അപ്പം നമ്മുടെ ശരീരം തന്നെ ഉണ്ടായി, നിലനിന്ന്, അത് ബാല്യം മറഞ്ഞുപോയി, കൗമാരം മറഞ്ഞുപോയി, യൗവനം മറഞ്ഞുപോയി. ശ്രദ്ധിക്കണേ, ഒന്ന് മറയുമ്പോൾ മറ്റൊന്ന് ഇവിടെ ഇല്ലാതാവുകയല്ല. ഒന്ന് മറയുമ്പോഴേക്കും അത് വേറൊന്നായി രൂപപ്പെട്ടു. അപ്പോഴേക്കും ബ്രഹ്മാവിലേക്ക് എത്തി. വീണ്ടും വിഷ്ണു പരിപാലനം ചെയ്തു, വീണ്ടും അതിനെ മറച്ചു, വീണ്ടും പുതിയതായി ഒന്ന് രൂപപ്പെട്ടു. ഇങ്ങനെ അനസ്യൂതം ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈ ഭൂമിയിലുള്ള ഓരോരുത്തരും മറ്റൊരാളിൽ നിന്നും, ഉറക്കെ പറയൂ, വ്യത്യസ്തരാണ്. അപ്പൊ വ്യത്യസ്തരായ രൂപത്തിലാണ് വരുന്നത്, ആണോ? അപ്പൊ ഇതിനു മുമ്പുള്ളവരൊക്കെ എല്ലാം വ്യത്യസ്തരായിരുന്നു. അപ്പൊ പഴയത് മാറി പുതിയത് രൂപപ്പെടുന്നു. ഇനി ഇത് മാറി, അവർക്ക് പറയൂ, പുതിയതായിട്ട് രൂപപ്പെടുന്നു. ഒന്ന് മാറി പുതിയതൊന്ന് രൂപപ്പെടുന്നു. രൂപപ്പെടുന്നതിനെ ബ്രഹ്മാവെന്നും നിലനിൽക്കുന്നതിനെ വിഷ്ണുവെന്നും മറഞ്ഞു പോകുന്നതിനെ ശിവനെന്നും. അപ്പൊ ഈ മൂന്ന് ശക്തികളും ഇവിടെ എന്നും ഉള്ളതാണോ? ഇത് ഉള്ളതല്ല, ഇത് ഉള്ളതല്ല, ഇവിടെ എന്നും ഉള്ളതാണ്. അതുകൊണ്ടാണ് പുതിയതൊന്നും ഉണ്ടാവുന്നതും ഉള്ളത് നിലനിൽക്കുന്നതും അവർക്ക് പറയൂ മറയുന്നത്. അത് അനസ്യൂതമാണ്. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഏത് ഉള്ളവരാണ്? അല്ലെങ്കിൽ എന്നിലും നിങ്ങളിലൊക്കെ ഏതുണ്ട്? നമ്മുടെ സെല്ലുകളിലൊക്കെ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെല്ലുകളിൽ, ശരീര സെല്ലുകളിൽ എല്ലാം എന്തുണ്ട്? ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ആത്മശക്തിയുടെ ഭാഗങ്ങളാണ്. ഏത്? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതെല്ലാം ഒരു തത്വത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളല്ല, വ്യത്യസ്ത ഭാവങ്ങളാണ്. വ്യത്യസ്ത ഭാവങ്ങളാണ് ബ്രഹ്മാവും, അവർക്ക് പറയൂ, വിഷ്ണു, ശിവൻ. അപ്പൊ എന്താ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് പ്രകടമാക്കുന്നത് ബ്രഹ്മാവ്, പ്രകടമാവുന്നത്, ആക്കുന്നതല്ല, മാവുന്നത് ബ്രഹ്മാവ്, നിലനിൽക്കുന്നത് വിഷ്ണുത്വം, അത് മറഞ്ഞു പോകുന്നത് ആര്? ശിവൻ. അപ്പൊ അത് അനസ്യൂത. അപ്പൊ ഒന്ന് മറയുമ്പോഴേക്കും അടുത്തതൊന്ന് പ്രകടമായി. ബ്രഹ്മാവ് അപ്പോഴും ഉണ്ട്, പിന്നെ അപ്പോഴേക്കും വിഷ്ണു നിലനിന്നു, വീണ്ടും അത് മറഞ്ഞുപോയി. ഈ ചക്രത്തിലൂടെ കടന്നു പോവുകയാണ് പ്രപഞ്ചം. മനസ്സിലാവുന്നല്ലോ? ഇതെല്ലാം ഒരേ ആത്മതത്വത്തിലാണ്. ഇവര് മൂന്ന് പേരും ഇൻഡിപെൻഡന്റ് ആണോ? പരസ്പരം കണക്റ്റഡ് ആണോ? ഉറക്കെ പറയൂ. ഇവര് മൂന്നും പരസ്പരം, ഇവര് വേറെ വേറെയാണോ? അല്ല. ഇങ്ങനെയുള്ള ആ ഒരു ശക്തിയെ നമ്മളിൽ നിന്നും വേറെയാണെന്നൊരിക്കലും കാണരുത്. അതുകൊണ്ട് ശിവൻ വേറെ, വിഷ്ണു വേറെ എന്ന് തോന്നരുത്. ഇതെല്ലാം ഒരേ ശക്തിയുടെ അല്ലെങ്കിൽ ഒരേ ബോധത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ആരാണോ ഇവരെയൊക്കെ വേറെ വേറെയായി കാണുന്നത്, നിങ്ങൾ നോക്കൂ, ഇനി വരൂ, അതിലേക്ക് വരൂ, ഭാഗവതത്തിലേക്ക് 52-ാം ശ്ലോകം എടുത്ത് നോക്കൂ. പറയുന്നു, തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ കേവലേ പരമാത്മനെ ബ്രഹ്മരുദ്രോച്ചഭൂതാനി വേദ അജ്ഞോ അനുപശ്യതി. ഇവരെ വേറെയാണെന്ന് കാണുന്നവൻ ആരാണ്? അജ്ഞാനികളാണ്, വിവേകവും വിവരവും ഇല്ലാത്തവരാണ്. അപ്പൊ നമ്മുടെ ഹിന്ദുക്കൾക്ക് എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ചെറുപ്പത്തിൽ തന്നെ അന്ധഭക്തി പഠിപ്പിച്ചു. ശിവൻ നമ്മളിൽ നിന്നും വേറെയായിട്ടുള്ളൊരു ദൈവമാണ്, വിഷ്ണു നമ്മളിൽ നിന്നും വേറെയായിട്ടുള്ളൊരു ദൈവമാണ് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഭേദബുദ്ധിയിൽ വളർന്നു. എന്താണ്? അത് മാറണം എന്നാ പറയുന്നത്. ഈ ഭേദബുദ്ധി അല്ല നമുക്ക് വേണ്ടത്. അദ്വിതീയമായ ശക്തിയുടെ വൈവിധ്യങ്ങളായ ഭാവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതിനൊന്നും വേർപെട്ട് നിൽക്കാൻ, മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല, ഇതിനൊന്നും വേർപെട്ട് നിൽക്കാൻ സാധ്യമല്ല. ഒരു വെബിന്റെ തന്നെ പാർട്ടുകളാണ് ഇതൊക്കെ. ഉണ്ടാവുക, നിലനിൽക്കുക, മറഞ്ഞു പോവുക. മനസ്സിലാവുണ്ടല്ലോ? ഉദാഹരണത്തിന് നിങ്ങൾക്ക് മഴ പെയ്യുന്നു എന്ന് വിചാരിക്കുക, അത് ഉണ്ടാവലാണ്. അത് കുറച്ച് ഭൂമിയിൽ ആ വെള്ളം നിലനിൽക്കുന്നു വിചാരിക്കുക, അത് വീണ്ടും നീരാവിയായി പോയി മറഞ്ഞു പോയി, അത് ശിവനാണെന്ന് വിചാരിക്കുക. വീണ്ടും പോയതെന്തായി? വീണ്ടും ബ്രഹ്മാവായി, വീണ്ടും നിലനിന്നു, വീണ്ടും
ശിവനായി, ഇങ്ങനെ അനസ്യൂതം. നിങ്ങൾ നോക്കൂ, എത്ര ജീവജാലങ്ങൾ ഡെയിലി ജനിക്കുന്നു, എത്ര കോടാനുകോടി ജീവജാലങ്ങൾ പോകുന്നു. മനസ്സിലാവട്ടെ, പോയത് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ പോകുന്നു, ഒരുപാട് സെല്ലുകൾ മരിക്കുന്നു, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിലാണ് ഈ പ്രപഞ്ച വ്യവസ്ഥകൾ ഇങ്ങനെ അനസ്യൂതം, അവർക്ക് പറയൂ, നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒന്നും നമ്മൾ വേറെ വേറെ കാണരുത്. ഒക്കെ എല്ലാം നമ്മളിൽ തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരൻ എപ്പോഴും നമ്മുടെ ഉള്ളിലാണെന്ന ബോധം നമുക്കുണ്ടാവണം. ഏതുപോലെ ഇവിടെ നോക്കൂ, വൈവിധ്യത എന്ന് പറയുന്നത് അതിൻ്റെ ബാഹ്യതലത്തിൽ മാത്രമാണ്. പക്ഷെ എല്ലാം ചേർത്ത് കോർത്തിരിക്കുന്നത് ഒരേ സത്യത്തിലാണ്. വളരെ ശ്രദ്ധിക്കുന്നാലേ മനസ്സിലാവുള്ളൂ. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞു നോക്കൂ. യഥാ പുമാന്ന സ്വാങ്കേഷു ശിരപ്പാണ്യാദിഷു കൊജിൽ പാരക്യബുദ്ധിം കുരുതേ തഥാ ഭൂതേഷു മത്പര. എപ്രകാരമാണോ ഒരാളുടെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ വ്യത്യസ്തമാണ്, പക്ഷെ എല്ലാം ഒരു വ്യക്തിയിലല്ലേ നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂ എനിക്കറിയില്ല. ഒരു കൈകളിലേക്ക് നോക്കുക, 5 വിരലുകൾ ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞാൽ ആണല്ലോ സത്യം. കോർത്തിരിക്കുന്നതോ ചേർത്ത് വെച്ചിരിക്കുന്നതോ ഒരു കൈത്തണ്ടയിലാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ, പറയൂ. അപ്പൊ ഒരു കൈത്തണ്ടയിൽ നിന്നാണ് വ്യത്യസ്ത വിരലുകൾ വന്നതെന്ന പോലെ ഒരേ ബോധത്തിൽ നിന്നാണ് വൈവിധ്യ രൂപങ്ങൾ പ്രകടമാകുന്നത്. ഈ വൈവിധ്യത ഒരു സത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്, മുഖങ്ങളാണ്. വൈവിധ്യത സത്യത്തിൽ യഥാർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമല്ല. കാരണം ഈ വൈവിധ്യതകളൊക്കെ സത്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുണ്ടായി നിലനിന്ന് അത് സത്യമാണെന്ന് പറയുമ്പോഴേക്കും അത് മറിഞ്ഞു, വേറൊന്ന് രൂപപ്പെട്ടു. അപ്പോ ഈ കാണുന്ന വൈവിധ്യത മാത്രമാണോ നമ്മൾ കണ്ടു ജീവിക്കേണ്ടത്, അതോ ഇതിൻ്റെ പിന്നിലുള്ള ഇതിനെ വൈവിധ്യമാക്കുന്ന ഒരു അനന്ത സത്യം ബോധമുണ്ട്, അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഈ കൈത്തണ്ട വേണ്ട, വിരലുകൾ മാത്രം മതി എന്നതാണോ ശരി? ഈ കൈ വേണ്ടേ? വേണോ വേണ്ടയോ? അപ്പോഴല്ലേ ഈ വൈവിധ്യതയ്ക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. എന്നതുപോലെ ഒരു അനന്തബോധത്തിൽ നിന്നാണ് ഈ വൈവിധ്യ രൂപങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ലോകത്തെ കണ്ട് ഇത് എന്നും ഉണ്ടാകും എന്നൊന്നും കരുതി സമയം കളയരുത്, ഇതിൽ മോഹിച്ച് നിൽക്കരുത്. ഇതിനെല്ലാം അസ്തിത്വം കൊടുക്കുന്ന ഒരു ശക്തി എവിടെയുണ്ട്? നമ്മുടെ ബോധമാണത്. ബോധമില്ലെങ്കിൽ ലോകമില്ല. ബോധം ഉണരുമ്പോഴാണ്, അല്ലെങ്കിൽ ബോധം, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ബോധം മനസ്സിനെ ഉണർത്തുമ്പോഴാണ് ലോകമുള്ളത്. ബോധമില്ലെങ്കിൽ ഏതുമില്ല, ലോകമില്ല. ഈ ലോകത്തെ എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബോധമാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. ചിലവർക്ക് അവരുടെ ദുഃഖത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവർ സങ്കടങ്ങൾ മാത്രമേ കാണൂ. ചിലർ സന്തോഷത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യത്തിലും മനസ്സിനെ സന്തോഷമാക്കി വെക്കാൻ പറ്റുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഒരു പരിഭവങ്ങളും പറയാതെ, ഒരു ദുഃഖങ്ങളും പറയാതെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ എത്ര കിട്ടിയിട്ടും തൃപ്തി വരാതെ എപ്പോഴും കുറ്റവും കുറവും വിഷവും പറയുന്നവരുമുണ്ട്. ഉണ്ടോ ഇല്ലയോ? അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ എങ്ങനെയാണോ നിങ്ങൾ ചിന്തകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെയായിരിക്കും നിങ്ങൾ ലോകത്തെ കാണുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ലോകം പുറത്തല്ല ഇരിക്കുന്നത്, നമ്മുടെ ലോകം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ നല്ല ലോകത്തെ കിട്ടണമെങ്കിൽ നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. എന്നാൽ അതിന് പകരം നമ്മൾ എപ്പോഴും സ്വാർത്ഥതയും അഹങ്കാരവും ക്രോധവും അങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലോ ഉള്ള ചിന്തകൾ മോശമാകും, കാണുന്ന ലോകവും മോശമാകും. ഓരോരുത്തരുടെയും ലോകം എങ്ങനെയാവണം എന്ന് നിശ്ചയിക്കുന്നത് അവർക്ക് പറയൂ അവരവരാണ്. ചിലവർക്ക് എന്ത് കിട്ടിയാലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അത് ആസ്വദിക്കുന്നവരുണ്ട്. ചില കുട്ടികളെ നോക്ക്, നല്ലത് കൊടുത്താൽ പോലും അതിലൊന്നും അവർക്ക് സന്തോഷമില്ല. ഉണ്ടോ ഇല്ലയോ? അവരതിലൊക്കെ കുറ്റം പറയുന്നവരുണ്ടാവും. ഉണ്ടാവൂ ഇല്ലയോ? അവരൊക്കെ പറയൂ. ഒരു ബുഫയ്ക്ക് നിങ്ങളെങ്ങോട്ട് അയച്ചു, ബുഫെ നടക്കുകയാണ്. ഒരു സൗത്ത് ഇന്ത്യൻ ദോശയും ഇഡ്ഡലിയും സാമ്പാറും
വേറൊരു വശത്താണെങ്കിൽ ചൈനീസ് നൂഡിൽസ് അതും ഇതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വേറൊരു വശത്ത് ചപ്പാത്തി കറിയൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ സ്ഥലത്താണെങ്കിൽ കേരള സ്പെഷ്യൽ വേർപ്പ് നിറഞ്ഞിരിക്കുന്ന അടിച്ചു വീശുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്താണ് പൊറോട്ടയുണ്ട്. കാരണം അതിൽ മാത്രമാണ് ഈ വേർപ്പിൻ്റെ രുചി അറിയുന്നൊരു പലഹാരം. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികളെ കണ്ട് വിട്ടു നോക്കൂ, അവരോടുന്നത് ഏതിലേക്കായിരിക്കും? ആ പൊറോട്ടയിലേക്കും ചൈനീസ് നൂഡിൽസിലേക്കായിരിക്കും അധികം ഓടുന്നത്. ദോശയുടെ ഭാഗത്തേക്ക് ആരെങ്കിലും ഉണ്ടാവുമോ? ചിലപ്പോൾ കാരണവന്മാർ പോലും ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും വേർപ്പിൻ്റെ രുചിയോടാണ് പ്രത്യേകിച്ച് താല്പര്യം. ആ പൊറോട്ട അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇടിച്ച് തകർത്ത് അതിൻ്റെ അകത്ത് വേർത്ത് കുളിച്ചിട്ട് അവൻ തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ഇവരടിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് അവൻ കുളിച്ചിട്ട് 4 ദിവസമായിട്ടുണ്ടാവും. ഈ തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരൊറ്റ വിരിയാണ്. ഏതിൻ്റെ മുകളിൽ? അതുകൊണ്ടാണെന്ന് ഒരുവിധം മലയാളികളൊക്കെ ഹിന്ദി പറയാൻ പഠിച്ചത്, ഈ പൊറോട്ട കഴിക്കുന്നവരൊക്കെ. കാരണം ഇതൊക്കെ അടിച്ചിട്ടുള്ളവർ ഹിന്ദിക്കാരാണ് ഒട്ടുമുക്കാലും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ഒരു ജീവിതം ഇന്നിപ്പോൾ അത് കഴിച്ചിട്ടാണ് മനുഷ്യനുള്ള ക്യാൻസർ രോഗം പോലും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ചിന്തകൾക്കനുസരിച്ചല്ലേ അവരുടെ ലോകം ഉണ്ടാക്കുന്നത്. രോഗമല്ല, രോഗവും ആണോ? അപ്പോൾ ഏതാ മാറ്റേണ്ടത്? ചിന്തകൾ മാറാനാണ് ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. അത് ഇല്ലെങ്കിൽ മനുഷ്യൻ കാണുന്നതൊക്കെ അവനവൻ്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് കാണും. അപ്പം ശത്രുക്കളെയും കാണും, മിത്രങ്ങളെയും കാണും. അവൻ്റെ തല മനുഷ്യ തലയിൽ നിന്നും ഏതിലേക്ക് പോവും? ആടിൻ്റെ തലയിലേക്ക്. എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതാണ് പലരുടെയും ജീവിതത്തിൽ അവരുടെ നല്ല ജീവിതം കുറേ കഴിഞ്ഞ് അവർക്ക് തന്നെ അവരോടൊരു വിലയില്ലാത്തതായി ഉറക്കെ പറയൂ മാറുന്നത്. ആരാണ് നമ്മളെ വില ഉറയ്ക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന രീതികൾ ശരിയല്ല. അപ്പം അതുകൊണ്ടൊരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും വെച്ച് ജീവിച്ചാൽ നിങ്ങളെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് തന്നെ ഒരു ബഹുമാനം വരും. അല്ലാതെ വേറെ വഴിയില്ല. മറ്റുള്ളവർ പൊക്കി വെച്ചിട്ട് നേരെയാവുന്ന ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ മറ്റുള്ളവർ പൊക്കിയാൽ നേരെയാവുന്ന വിചാരിച്ചുകൊണ്ടാണ് സതീദേവി ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് അവസാനം തീ ചാടേണ്ട ഗതികേട് വന്നു ഉണ്ടോ? എന്നാൽ ശിവനെ തളർത്താൻ നോക്കിയിട്ടും ശിവൻ തളർന്നില്ല. എന്നാൽ ശിവനെ തളർത്താൻ നോക്കിയ ദക്ഷൻ അവസാനം എന്തുപോയി? തലയും പോയി, ആടിൻ്റെ തല വന്നു. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളല്ലേ വാസ്തവത്തിൽ? ആണോ അല്ലയോ? അതിനാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ശിവത്വം ഉള്ളവരായി മാറുക. എന്തുണ്ടാവണം? ശിവത്വം, ദക്ഷത്വമല്ല. അതായത് എല്ലാം തികഞ്ഞവനെന്ന തോന്നലുള്ളവർ ആരാണ്? ആരുടെ ഫാമിലി പെട്ടതാണ്? ദക്ഷന്റെ. എന്നാൽ ഇനിയും എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവീകത വർദ്ധിപ്പിക്കണം, ശിവത്വം വർദ്ധിപ്പിക്കണം, രാവിലെ ഒരു കൃത്യനിഷ്ഠ വേണം, എനിക്ക് ജപം വേണം. അങ്ങനെയൊക്കെ ജീവിക്കുന്നവര് ഏത് ഫാമിലി പെട്ടവരാണ്? കേട്ടില്ലേ നിങ്ങൾ? ശിവന്റെ ഫാമിലി പെട്ടവരാണ്. ഇതിൽ ദക്ഷന്റെ ഫാമിലി പെട്ടവർ എത്ര പേരുണ്ട്? അല്ല, എല്ലാം തികഞ്ഞവരും ഉണ്ടാവുമായിരിക്കും ചിലപ്പം. എല്ലാം തികഞ്ഞവരും എനിക്കിനി പ്രത്യേകിച്ച് നാമെന്ന് ചൊല്ലേണ്ടതില്ല, ഞാനൊക്കെ മനസ്സിലാക്കിയ ആളാണ്. ഈ തൊഴുതു പോകുന്നവരൊക്കെ ദക്ഷന്റെ ഫാമിലി പെട്ടവരാ. ഏറെക്കുറെ ആര്? തൊഴുതു പോകുന്നവരൊക്കെ. എന്നാൽ രാവിലെ എണീറ്റത്തിരി ജപിക്കുന്നവരൊക്കെ ഏത് ഫാമിലി പെട്ടവരാണ്? ഇവിടെ എത്ര പേര് ശിവന്റെ ഫാമിലി പെട്ടവരുണ്ട്? ഞാൻ നിങ്ങളോടാ ചോദിച്ചത്. ശിവന്റെ ഫാമിലി പെട്ടവർ എത്ര പേരുണ്ട്? നന്നായി. രാവിലെ എണീറ്റ് ചിലർക്ക് സംശയം, മറ്റുള്ളവരെ നോക്കണോ, അവരെന്താ മനസ്സിലായി? അപ്പം നമ്മൾ ദക്ഷന്റെ ഫാമിലി പെട്ടവരാണ്, നമുക്ക് ചെറിയൊരു ബോധമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ദക്ഷന്റെ ഫാമിലി പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എത്രയും വേഗം ഫാമിലി മാറണം. ഇതൊരു നല്ല ചാൻസ് ആണ്. അതിനെത്രയും വേണ്ടു? രാവിലെ നേരത്തെ പറയാൻ പറ്റണില്ല. രാവിലെ നേരത്തെ എണീക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വിഷ്ണു സഹസ്രനാമം തുടങ്ങിയതൊക്കെ എടുത്ത് വായിക്കണം. അപ്പം രാവിലെ 6 മണിക്ക് ഇങ്ങോട്ട് വരിക. നിങ്ങൾക്ക് ശിവന്റെ ഫാമിലി പെട്ടവരാവണമെങ്കിൽ, അല്ല ദക്ഷന്റെ ഫാമിലി പെട്ടവരാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഏത് ഫാമിലിയിൽ പെട്ടവരാവണം. മനസ്സിലാവുണ്ടോ? കേൾക്കുണ്ടോ? എന്താ ചിലർ മിണ്ടണയില്ല. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾ 6 മണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ കണക്കാക്കും. നിങ്ങൾ മിണ്ടാത്ത നിങ്ങൾ 6 മണിക്ക് വന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും നിങ്ങൾ ഏത് ഫാമിലി പെട്ടവരാണ്.
ദക്ഷന്റെ ഫാമിലിയിൽപ്പെട്ടവരാണ്. കണക്കാക്കിക്കോട്ടെ. എന്താ പെണ്ടാത്ത നിങ്ങൾ? ദക്ഷന്റെ ഫാമിലിയിൽപ്പെട്ടവരാവണോ? വേണ്ട. ആരുടെ ഫാമിലിയിൽപ്പെട്ടവരാവണം? ശിവന്റെ. ഒരു അനുഷ്ഠാനമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിന് ദൈവീകത കൂടുമ്പോൾ അങ്ങനെയുള്ളവരെ ഒരിക്കലും തളർത്താൻ ഒരു ദക്ഷൻ വിചാരിച്ചാലും സാധിക്കില്ല. അതല്ലേ വേണ്ടത്? വേണോ വേണ്ടയോ? അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത കഥയാണ്. നമുക്ക് നേരത്തെ 2 ആൺകുട്ടികളും ഈ നിങ്ങൾ കഥ ആ ത്രെഡ് അവിടെ നിന്ന് എടുക്കണം. ഏതാണ്? സ്വയംഭൂമനു ശതരൂപാദേവി 5 മക്കൾ. ഓർക്കുന്നുണ്ടോ? അതിലെ 3 പെൺകുട്ടികളിൽ 3ാമത്തെ പെൺകുട്ടി ആകൂതിയിലാണ് നരനാരായണ ഋഷി വരുന്നത്. അത് നമുക്ക് 12ാം സ്കന്ധത്തിലേക്ക് കാണാം. അതോട് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അങ്ങനെ ആ 3 പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 2 ആൺകുട്ടികളിൽ മൂത്തവനായിരുന്നു ഉത്താനപാദൻ. ആരാണ്? ഇനി ഉത്താനപാദ കഥയിലേക്ക്. ഉത്താനപാദ മഹാരാജാവ് രാജ്യം ഭരിച്ച ചക്രവർത്തിയൻ. അദ്ദേഹത്തിന് അന്ന് കാലത്ത് ഒന്നിലധികമൊക്കെ കല്യാണം കഴിക്കുന്ന കാലമാണ്. 2 കല്യാണം കഴിച്ചു. സുനീതിയും സുരുചിയും. ഇതിൽ 2ലും കുട്ടികളുണ്ടായി. സുനീതിയിലുള്ള കുട്ടിയായിരുന്നു ധ്രുവൻ, സുരുചിയിലുള്ള കുട്ടിയായിരുന്നു ഉത്തമൻ. അങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പം സുനീതി എനിക്ക് തോന്നുന്നു ശ്രീകാര്യം ഭാഗത്തൊക്കെ ആയിരിക്കണം. എന്നാൽ സുരുചി എവിടെ നിന്ന് എനിക്കറിയില്ല. മിക്കവാറും ആ സെക്രട്ടേറിയറ്റൊക്കെ നിൽക്കുന്ന ഭാഗത്തായിരിക്കണം. ഈ സുരുചിക്കൊരു വിചാരം, മൂത്ത കുട്ടികൾക്കാണ് എപ്പോഴും രാജാവിൻ്റെ കാലശേഷം രാജാധികാരം കിട്ടുക. അപ്പം ഇത് ശരിയാവില്ല. എൻ്റെ മകന് രാജാധികാരം കിട്ടണം. അപ്പം ഈ കുരുട്ടു ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും സുനീതിയും രാജാവും തമ്മിലുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യണം. അപ്പം അതിന് സ്ത്രീകൾക്ക് മാത്രം കിട്ടിയ ഒരു മന്ത്രമാണ് തലയണ മന്ത്രം. അത് ഉപയോഗിക്കാൻ അറിയുന്ന ആളായിരുന്നു ആര്? സുരുചി. എത്ര പേർക്ക് ഈ മന്ത്രം അറിയും? ആരോ കൈപൊക്കിടും. തലയണ മന്ത്രം അറിയുന്ന ആളായിരുന്നു സുരുചി. രാജാവിനോട് സുനീതിയുടെ കുറ്റവും കുറവും പറഞ്ഞ് രാജാവാണെങ്കിൽ ഒരു കോന്തൻ അയാളെ വിശ്വസിക്കുകയും ചെയ്തു. സുനീതിക്ക് തോന്നി രാജാവിന് തന്നോട് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ? വാട്സാപ്പിലൂടെയല്ലേ സുരുചിമാര് പ്രവർത്തിക്കുക? ആണോ അല്ലയോ? പല തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകൂല്ലയോ? പറയൂ. ബന്ധങ്ങളിലൊക്കെ തെറ്റിദ്ധാരണകൾ. അപ്പൊ അങ്ങനെ സുരുചി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ രാജാവ് സുനീതിയോടുള്ള താല്പര്യം കുറഞ്ഞു. പക്ഷെ സുനീതി അതിലൊന്നും തളർന്നില്ല. വക്കീലിനെ കാണാനോ നോട്ടീസ് അയക്കാനോ, അല്ലെങ്കിൽ ചില ആളുകളുണ്ടല്ലോ പ്രത്യേകിച്ച് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി വേറെ ആൾക്കൊരു ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നവര്, ഈ ആഭിചാരക്രിയകളും മന്ത്രങ്ങളൊക്കെ അറിയുന്നവർ കേട്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അതൊന്നും ആര് പോയില്ല? സുനീതി പോയില്ല. സുനീതി നേരെ അമ്പലത്തിൽ വരും. രാവിലെ വിഷ്ണു സഹസ്രനാമവും പരിപാടിയൊക്കെ ആയിട്ട് സുനീതി വിചാരിച്ചു ഇത് നല്ലൊരു ചാൻസാണ്. ഇപ്പോൾ എൻ്റെ ആത്മീയമായ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ സമയം ചെലവഴിക്കാം. അതുകൊണ്ട് ഞാൻ തോൽക്കുകയല്ല ചെയ്തത്. പറയൂ. എനിക്ക് ജയിക്കാനാണ് സാധിച്ചത്. കാരണം രാവിലെ എണീറ്റ് എൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യാം, കുറച്ചുകൂടി സമയം ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കാം. സുനീതി വേഗം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു ചാടി അവർ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാവൂ ഇല്ലയോ? അങ്ങനെയുള്ളവരുണ്ടാവും. ചൂലെടുക്കാൻ ധൈര്യമില്ലാത്തവരെന്ത് ചെയ്യും? 100 രൂപ എടുക്കും. അവർക്ക് കാണണം അവരുടെ കയ്യോ കാലോ ഒടിഞ്ഞ് കിടക്കുന്നത് കാണണം. എൻ്റെ കുട്ടിയോട് ഇങ്ങനെ ക്രൂരത ചെയ്ത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പൊതുവെ ഒരു ദുർബല മനസ്സുകൾ ചിന്തിക്കുക, അല്ലേ? എന്നാൽ ഈ അമ്മ കുട്ടിയോട് പറയാണ്, ഇതൊക്കെ കേട്ടപ്പോ, ഉണ്ണി, ആര് തളർത്തിയാലും നമ്മൾ തളരരുത്. നമ്മുടെ കൂടെയാണ് ഭഗവാൻ. ഭഗവാൻ വിചാരിച്ചാൽ എവിടെയാണ് എത്തിക്കാത്തതായിട്ടുള്ളത്? നിനക്ക് ആ ഒരു രാജാധികാരം മാത്രമല്ല, അതിനും അപ്പുറത്തെ സ്ഥാനം തരാൻ ആർക്ക് സാധിക്കും? അതുകൊണ്ട് ഭഗവാനിലുള്ള ഭക്തിയാണ് കുട്ടി ഏറ്റവും വലിയ സമ്പത്ത്. അത് ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തളർത്താനോ ഒന്നും നഷ്ടപ്പെടില്ല. കുട്ടി തളരരുത്. ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. കുട്ടി വലിയ മഹാനായിത്തീരും. ഇതൊക്കെയാണ് ആര് പറയുന്നത്? അങ്ങനെയൊക്കെ പറയുന്ന അമ്മമാർ ഇത്തിരി കുറവായിരിക്കില്ലേ? കുറവാവൂ കൂടുതലാവോ? കുറവാ. അത് പറയാനൊരു കുറവില്ല എന്നുള്ള വേറെ കാര്യം.
ഏതായാലും ഇപ്രകാരം ഈ അമ്മ അത് പറഞ്ഞത് കുട്ടി തീരുമാനിച്ചു. എന്നാൽ തപസ് ചെയ്യാൻ പോവാ. അങ്ങനെ നേരെ പോവുകയാണ്. എവിടെയൊന്നും അറിയില്ല. പോകുന്ന വഴിക്ക് നാരദരെ കണ്ടു. നാരദരാണ് വൃന്ദാവനം സജസ്റ്റ് ചെയ്ത്. ആദ്യം കൊണ്ടുപോയി അച്ഛൻ്റെ മടിയിൽ ഇരുത്താന്നൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടി പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ മടിയിലല്ല ഇരിക്കേണ്ടത്, എനിക്ക് ഭഗവാനെ അനുഗ്രഹം നേടണം, ഭഗവാനെ ദർശിക്കണം. അപ്പൊ പറഞ്ഞു, എന്നാ വൃന്ദാവനം ധന്യം വൃന്ദാവനം എത്ര, അവിടേക്ക് പോയിക്കോളൂന്ന്. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞേക്കുകയാണ് ആരെ? ധ്രുവനെ. അവിടെ ചെന്നിട്ടോ ഒരു മന്ത്രം ചൊല്ലി ധ്യാനിച്ചോളാൻ പറഞ്ഞു. ആ മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നെ ഭഗവാന്റെ ശംഖചക്ര കഥാരൂപത്തെയൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടുന്ന് കുട്ടി നേരെ എങ്ങോട്ട് പോയി? പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാഹരേ. അവിടെ ധ്രുവൻ തപസ് ചെയ്ത സ്ഥലത്താണ് പിൽക്കാലത്ത് രാസലീല നടന്നെന്നൊക്കെ ഒരു വിശ്വാസങ്ങളൊക്കെ ഉള്ളത്. അവിടെ ചെന്ന് യമുനാ നദീ തടത്തിൽ ചെന്ന് കുളിച്ച് ധ്യാനനിരതനായി അങ്ങനെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രമൊക്കെ ചൊല്ലി അതിലങ്ങോട്ട് മനസ്സർപ്പിച്ച് ആദ്യമൊക്കെ വിശക്കുമ്പോൾ വല്ല വെള്ളവും ഇത്തിരി ഫ്രൂട്ട്സൊക്കെ കിട്ടിയത് കഴിക്കും. പിന്നെ അത് നിന്ന് വെള്ളം മാത്രമായി. കുറേ കഴിഞ്ഞ് വായുഭക്ഷണം, പിന്നെ അതും നിർത്തി ഒരു ഭക്ഷണം നിരാഹാരിയായിട്ട് ധ്യാനിച്ച് അങ്ങനെ ഇരിക്കെ ഭഗവാൻ ആ ഒരു കുട്ടിയുടെ തപസ്സിൻ്റെ മുന്നിൽ പ്രകടമാവുകയാണ്. ഒരു ദിവസം ധ്രുവൻ നിൽക്കുന്ന സമയത്ത് ഉള്ളിലുള്ള രൂപം ധ്യാനത്തിൽ വരുന്നില്ല. വല്ലാത്ത വിഷമം തോന്നി. കാരണം ഇത്രയും നാൾ ധ്യാനിച്ച ആ ശംഖചക്ര കഥാരൂപം കാണാതെ വന്നപ്പോൾ പെട്ടെന്ന് വിഷമത്തിൽ കണ്ണു തുറന്നപ്പോൾ ആ പീതാംബരധാരിയായിട്ടുള്ള ഭഗവാന്റെ രൂപം കുട്ടി ദർശിക്കുകയാണ്. കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ അങ്ങനെ ഒഴുകുന്നു, ശരീരത്തിൽ രോമാഞ്ചം നിറയുന്നു. എന്തും പറയണമെന്നറിയാതെ സ്തബ്ധനായിപ്പോയി. ഭഗവാൻ തൻ്റെ ശങ്കെടുത്ത കുട്ടിയുടെ കവിളിൽ തൊട്ടതും കുട്ടി ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭാഗവതത്തിലെ അതിസുന്ദരമായ മറ്റൊരു സ്തുതിയാണ് ധ്രുവസ്തുതി. 4-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകം മുതൽ ധ്രുവസ്തുതി. ഇത് നമ്മൾ പഠിക്കണം. രാവിലെ എണീക്കുമ്പോൾ ഈ സ്തുതി ചൊല്ലാൻ ഒരൊറ്റ ശ്ലോകം അത് ചൊല്ലാൻ നമ്മൾ പഠിക്കണം. 4-ൽ 9-ൽ 6. അത് ഈ പ്രത്യേകിച്ച് വൈശാഖ മാസം ഭാഗവതമൊക്കെ ഒന്ന് വായിക്കുന്നത് ഈ വളരെ ഉത്തമമാണ്. ഞാൻ പറയട്ടെ, ഒരു ക്ഷേത്രത്തിൽ തൊഴുതു പോകുന്നതിനേക്കാൾ പുണ്യമാണ് ഏത്? നിങ്ങൾ ഒരു ക്ഷേത്രത്തിലിരുന്ന് ഭാഗവതം വായിക്കുന്നത്. കാരണം ഇതേത് മാസം? ഇത് വൈശാഖ മാസം. അത്ര പവിത്രമാണ്. അതുകൊണ്ട് ആ സ്തുതി ഒന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. നാളെ ഞാനത് വിശദീകരിക്കാം. ഇന്ന് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നില്ല. 4-ാം സ്കന്ധം 9-ാം അധ്യായം 6-ാം ശ്ലോകം മുതലാണ് ധ്രുവസ്തുതി. കിട്ടിയോ? യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം. കണ്ടു എല്ലാവരും? കണ്ടില്ല? ചൊല്ലു, എല്ലാവരും ചൊല്ലു. അത് ഒരു ശ്ലോകമെങ്കിലും ചൊല്ലു. യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം. റിപ്പീറ്റ് ചെയ്യൂ പ്ലീസ്. യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം. എന്താ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്തത്? ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യൂ. സഞ്ജീവയത്യഖില ശക്തിധരസ്വതാംനാം അന്യാം ച ഹസ്തധരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഒന്നുകൂടി ചൊല്ലാം. യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നോക്കൂ, എന്തൊരർത്ഥമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആരോടാണ് രാവിലെ നന്ദി പറയേണ്ടത്? ആരോടാ നന്ദി പറയുക? നമ്മൾ നന്ദി പറയുക ഒരു പക്ഷേ ചായ കൊണ്ടുവരുന്നവരോടും കാപ്പി കൊണ്ടുവരുന്നവരോടും നാട്ടുകാരോടൊക്കെ. ഇവിടെ പറയുകയാണ് യോ അന്തപ്രവിശ്യ. എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച്. പ്രസുപ്താം വാചം സഞ്ജീവനി. പ്രസുപ്തം എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന, വാചം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉണർത്തുന്ന. രാവിലെ നമ്മളെ ഉണർത്തുന്നത് ആരാണ്? നമുക്ക് ബോധമുണ്ടാവണം.
ഞാനല്ല എന്നെ ഉണർത്തിയത്, ശരീരമല്ല ഉണർത്തിയത്. എന്നെ ഉണർത്തിയ ഒരു ഏത് പ്രകടമാവുന്നുണ്ടോ അതിനെ പ്രകടമാക്കാൻ അനന്തമായൊരു ഇവിടെ വന്നില്ല, ശക്തി വേണം. അപ്പൊ നോക്കൂ, ലൈറ്റ് പ്രകടമാവുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഇലക്ട്രിക് പവർ വേണം, ഇല്ലേ? മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ വെളിച്ചം കത്തുന്നു, ഒരു തീ കത്തുന്നെങ്കിൽ ചൂടുണ്ടാവണം. ചൂടെന്ന ശക്തിയിൽ നിന്നാണ് ഈ തീ ആളിക്കത്തുന്നത്. ചൂടില്ലെങ്കിലോ, ചൂട് കൂടുന്തോറും ആളിക്കത്തൽ കൂടിക്കൂടി വരും. അപ്പൊ ഒരു ചൂടെന്ന ശക്തിയുടെ തീവ്രതയിൽ തീ ആളിക്കത്തുന്ന പോലെ നമ്മുടെ മനസ്സ് ഉണരുന്നെങ്കിൽ അതിനെ ഉണർത്താൻ പിന്നിലൊരു ബോധശക്തി ഉണ്ടാവണം, അനന്ത ബോധശക്തി. എന്താണ് ആ ബോധശക്തി? സഞ്ജീവയതി, മനസ്സിനെ ഉണർത്തുന്നു എന്ന് മാത്രമല്ല, ഉണർന്ന ഉടനെ തന്നെ മനസ്സിനെ ഇന്ദ്രിയങ്ങളൊക്കെ ചേർത്ത് പ്രാണനെയൊക്കെ പ്രവർത്തിച്ച് ചലിപ്പിച്ച് ചേർത്ത് എല്ലാം ചേർത്ത് കോർത്ത് ഈ കാലുകൾക്ക് നടക്കാനും കൈകൾക്ക് ഓരോന്നെടുക്കാനും അതുപോലെ കാതിന് കേൾക്കാനും കണ്ണിന് കാണാനൊക്കെ ഉള്ളൊരു ശക്തി തരുന്നു. ഇതൊക്കെ എനിക്ക് സാധ്യമാക്കി തീർത്ത പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം, ഞാൻ ആ പരമാത്മാവായ ഭഗവാന് നമസ്കാരം സമർപ്പിക്കുന്നു. അപ്പൊ ആദ്യം നമസ്കാരം പറയേണ്ടത് ആരോടാണ്? അന്തരാത്മാവായ ഭഗവാനോടാണ്. അതല്ലേ വേണ്ടത്? ഒരു നന്ദിയുള്ളവരായി തീരണ്ടേ? നമ്മുടെ കഴിവുകൊണ്ടാണോ എണീക്കുന്നത്? നമ്മുടെ കഴിവുകൊണ്ടാണോ നിൽക്കുന്നത്, നടക്കുന്നത്? ഒരു ലേശം ഓർമ്മ പോയ ഡീം താഴെ വീണിട്ടുണ്ടാവും. നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ ശരീരം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഗർവം തൊക്കെ അറിഞ്ഞ് നടക്കുന്നവരാണ്, എല്ലാം തേഞ്ഞവരാണെന്നുള്ള ബോധത്തിലാണ്. അപ്പൊ ഒരു ഗുരുത്വം വേണം. എന്ത് വേണം? ഭഗവാനോട് എപ്പോഴും ഒരു സമർപ്പണവും ഗുരുത്വവും ഒക്കെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. അഹങ്കാരത്തിൽ ജീവിക്കുമ്പോൾ വേണ്ടതൊന്നും തോന്നില്ല, അപകടങ്ങൾ മാത്രമേ തോന്നുകയുള്ളൂ. അങ്ങനെയാണ് പലരും പോയി അപകടത്തിൽ ചെന്ന്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ്, നിങ്ങൾ പത്രം വായിച്ചല്ലേ, കന്യാകുമാരിയിൽ 5-6 മെഡിക്കൽ കോളേജിലെ പിള്ളേർ പോയി വെള്ളത്തിൽ ചാടി, ഒക്കെ തീർന്നു അല്ലേ? ഈ വേണ്ടതൊന്നും തോന്നില്ല അവർക്ക്, വേണ്ടാത്തതൊക്കെ തോന്നുകയും ചെയ്യും. ഇപ്പം ഞാൻ വരുന്നത് ആതിരിപ്പള്ളി സൈഡിൽ നിന്നാണ്. ആ വെള്ളച്ചാട്ടത്തിനെല്ലാം അവിടെ പോയി 5-10 എണ്ണം ഒക്കെ ചാവും. ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷണൽ കോളേജിലെ പിള്ളേരാണ്. ഇവർക്കെന്താ വിവരത്തിന് കുറവുണ്ടോ? പക്ഷെ പറഞ്ഞാൽ ആരും പറഞ്ഞാൽ അവിടെ ഗാർഡുകളും അല്ലെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ നാട്ടുകാരോ പറയും, കുട്ടികളെ അവിടെ പോകരുതിട്ടോ, ചാടരുത്, അവിടെ നല്ല മൈൻഡ് ഇല്ല. അവർ വലിയ അറിവുള്ളവരെ പോയി ചാടും. ഈ അഹങ്കാരം കൂടുന്തോറും നാശവും കൂടും. അപ്പൊ നമുക്ക് ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം. അതിനെന്ത് വേണം? ഒരു ആത്മസമർപ്പണം വേണം. വേണോ? പറയൂ. രാവിലെ എണീറ്റ് ആരോട് നന്ദി പറയണം? ഭഗവാനോട്. ഞാനല്ല എന്നെ ഉണർത്തിയത് ഭഗവാനാണ്. അപ്പോഴാണ് അല്ലാതെ അമ്മയും അച്ഛനും ചെന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല ഭക്തി. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചതാണ് അവരെ വഴിതെറ്റിച്ചത്. അവരെ പരിശീലിപ്പിക്കണം. അവരവരുടെ ഉള്ളിലുള്ള ദൈവീക ശക്തിയോട് നന്ദി പറയാൻ പഠിക്കണം. അതല്ലേ ശരി? ആണോ അല്ലയോ? അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ ശരി? പറയൂ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പറയും, എന്തെങ്കിലും അപകടത്തിലായി കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം നോക്കിയില്ല. അപ്പൊ കൊച്ചുകുട്ടികളൊക്കെ അവർക്കത് അറിയാറായില്ല. പക്ഷെ പ്രായമാകും തോറും നമ്മുടെ കുട്ടികളെ ജപത്തിലേക്കും ധ്യാനത്തിലേക്കും കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ജപവും ധ്യാനവും ഒന്നുമില്ലാതെ ദൈവഭക്തി ഉണ്ടാവുന്ന ഈ ജന്മം വിചാരിക്കരുത്. തൊഴുതു പോകുന്നതല്ല ഭക്തി. ജപിക്കുന്നതും ജപം, ധ്യാനം, ശ്രവണം, ഇതൊക്കെയാണ്. ജപിക്കണം, ധ്യാനിക്കണം, കേൾക്കണം, എന്നിട്ട് നമ്മൾ പഠിക്കണം, വായിക്കണം. അതാണ് ഈ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ സുഹൃതികളാണ്. കാരണം ഈ ഒരു നല്ല കാലത്ത്, അതായത് വൈശാഖ മാസത്തിൽ ഭാഗവതം ഒന്ന് വായിക്കാൻ സാധിച്ചാൽ തന്നെ ഏറ്റവും പരമ പുണ്യമായിട്ടാണ് കണക്കാക്കിയുള്ളത്. അതാണ് വൈശാഖത്തിൻ്റെ മഹത്വം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് സ്തുതികളും കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാം. അപ്പം നാളെ ആ കഥ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഇരുവൻ്റെ കഥ ഇപ്പോൾ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് സമയം എടുക്കുന്നില്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നാളെ വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴേക്കും നമ്മൾ നരസിംഹാവതാരത്തെ പ്രത്യക്ഷമായി ഇവിടെ കാണും. ഒരുപക്ഷെ നിങ്ങളിതുവരെ കാണാത്തതായ ഉഗ്രമായ അതിഘോരമായ കഥകളിയിലെ ആ വേഷം നമ്മളിവിടെ കാണും. അതൊരു 7:30 ആകുമ്പോഴേക്കും നമുക്ക് കാണാം. എല്ലാവരും കുട്ടികളെയൊക്കെ കൊണ്ടുവരിക, പിന്നെ കുട്ടികളെ കൊണ്ട് പറ നടത്തിക്കുക, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക, ഇതെല്ലാം പറ നടത്തിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ
അങ്ങനെ കുട്ടികളിലേക്കൊരു ആത്മീയ സംസ്കാരം നമ്മൾ വെക്കേഷനാണ്, എന്നാലും അവരിരുന്ന് തോണ്ടുകയാണ് കുറേ എണ്ണം വീട്ടിലിരുന്നിട്ട്. ആണോ? എങ്ങനെയെങ്കിലും അവരെയൊക്കെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലതാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് ആരെ കൊണ്ടുവരല്? കുട്ടികളെയൊക്കെ കൊണ്ടുവരിക. അവരിവിടെ ഇരിക്കില്ല, കാരണം ആ സംസ്കാരം നമ്മൾ കൊടുത്തില്ല. ആ ഇരിക്കുന്നത് തോണ്ടൽ മാത്രമാണ്. കാരണം അവർക്ക് അതുണ്ടെങ്കിലേ ഇപ്പം ജീവിതമുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൊബൈൽ എങ്ങാനും നിന്നു പോയാൽ ഇവരൊക്കെ മാനസിക രോഗികളാണ്. വലിയ ഒരു സൈക്കിക് പ്രോബ്ലത്തിലേക്കാണ് ഇവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ കഴിഞ്ഞാൽ ഇതൊരു വലിയ മാനസിക, ഇപ്പം നമുക്ക് തമാശയിൽ തോന്നും, മനസ്സ് ഒന്നിലേക്ക് അഡിക്റ്റഡായി പോയാൽ പിന്നെ അതിൽ നിന്ന് അതിനെ പുറത്തു കൊണ്ടുവരൽ എളുപ്പമല്ല. മനസ്സതിലങ്ങോട്ട് ലോക്കഡായിപ്പോകും. അതാണ് പലർക്കും ചില ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒരു വാക്യൂം ഫീൽ ചെയ്യും. അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭാഗവതത്തിൽ തുടങ്ങുന്ന തന്നെ സഖ്യം കുറിയാതെ മനസ്സി അനവസ്ഥിതേന. മനസ്സുമായിട്ട് ഒരു തരത്തിലും കൂടുതൽ നിങ്ങൾ കളിക്കരുത്. ഇത് നിങ്ങൾക്കുണ്ടാക്കുന്ന ദുരന്തം നിങ്ങൾക്ക് പോലും തിരിച്ചറിയില്ല. അത്ര ഒരു ദുരിതത്തെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യന്റെ. പറയൂ, ഇപ്പതൊക്കെ ഒരു തമാശക്കളിയായിട്ട് മാറും. പിന്നെ അത് വലിയ ട്രോമയായിട്ട് മാറും. മെന്റൽ ട്രോമ എന്നതിന് പറയാം അല്ലേ? വലിയ മാനസിക പ്രശ്നങ്ങളായിട്ട് മാറും. അപ്പോൾ ഇന്നത് കൂടി വരികയാണ്. അത് പിന്നെ സ്വഭാവത്തെ ബാധിക്കും. അപ്പോൾ പിന്നെ വെറുപ്പ് വന്നു, മടുപ്പ് വന്നു, പിന്നെ എക്സ്ട്രീമിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷോപജായതേ സംഗാൽ സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇതെവിടെയാ കൊണ്ടെത്തിക്കുന്ന ട്രാജഡി എന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ പറഞ്ഞത്. അവിടെയാണെന്ന് ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ വളരെ കുറച്ച് കൊണ്ടുവരണം. അതെങ്ങനെ സാധിക്കണം? അത് ഇനി സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഗുരുകുലങ്ങളായി മാറണം. അപ്പോഴാണ് കുട്ടികൾ ഡിസിപ്ലിൻ പഠിക്കുക, ആ ഡിസിപ്ലിൻ കൾച്ചർ പഠിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി, ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഒരാഴ്ച ക്യാമ്പ് നടത്തി ആശ്രമത്തിൽ. ഒരാഴ്ച ഈ കുട്ടികളൊക്കെ വരുന്നതൊക്കെ CBSE അങ്ങനെയുള്ള ICSE സിലബസ് ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. ഇവർക്കൊക്കെ മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത പിള്ളേരാണ്. പ്രത്യേകിച്ച് ആ കോവിഡ് കാലത്ത് എല്ലാം മൊബൈലിൽ അഡിക്റ്റഡ് ആയിപ്പോയി. എല്ലാം ഓൺലൈൻ ക്ലാസ് ആയിപ്പോയി. പിന്നീട് അത് ഓഫ്ലൈൻ ആയപ്പോഴും ഇവർ ഓൺലൈനിൽ തുടർന്നു. ക്ലാസ് അല്ല, തോണ്ടല്ല. അവർ അഡിക്ഷൻ ആയിപ്പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല അതിൽ. അപ്പോൾ ഒരുപാട് മെൻ്റൽ ഒരു മൈൻഡിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന പല ഗെയിമുകളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും വട്ട് പിടിക്കാം. അതൊക്കെയാണ് അവർ അഡിക്റ്റഡായി മാറുന്നത്. ഈ തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾ ഓവറായി ഇൻഫ്ലുവൻസ് ചെയ്ത കുട്ടികൾ. പക്ഷെ ഒരാഴ്ച അവിടെ ക്യാമ്പ് നടത്തുമ്പോൾ ഒരു കുട്ടിക്ക് മൊബൈൽ വേണ്ട. ഒരു പ്രധാനമായിട്ട് നമ്മൾ നോക്കിയതെന്ന് വെച്ചാൽ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുക. ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്തത്. ഇവർക്ക് ഓരോ പ്രൊജക്റ്റ് കൊടുക്കുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റൊക്കെ കൊടുത്ത് അവർ ഓടിച്ചാടി അത് എഴുതി, ഇത് ചെയ്ത് പിന്നെ മൊബൈൽ നോക്കാൻ ഇവർക്ക് സമയമില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും ഇവരൊക്കെ ടയേർഡായി, ഭക്ഷണം കഴിഞ്ഞ് ഒറ്റ കിടത്തം കിടക്കും. പിന്നെ രാവിലെ വീണ്ടും ആക്ടിവിറ്റി തുടങ്ങി. അങ്ങനെ യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് ഈ കുട്ടികൾക്ക് പിന്നെ പോവുകയും വേണ്ട. ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് മൊബൈലും വേണ്ടെന്ന്. അപ്പോൾ വാസ്തവത്തിൽ കുട്ടികൾക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ ഒരു സിറ്റുവേഷൻ ഒരുക്കുകയാണെങ്കിൽ ഈ കുട്ടികളൊക്കെ രക്ഷപ്പെടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഓവറായിട്ട് മൊബൈലിൽ അഡിക്റ്റ് ചെയ്ത് അവരുടെ സ്വന്തം സ്കില്ലിനെ അവരൊരിക്കലും കാണില്ല. ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാം കണ്ട് അത് അവർ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്താണ്. തൻ്റെ കഴിവിനെ ഇവരൊരിക്കലും കാണില്ല. കഴിവില്ലാത്തവരായി ഇവര് മാറി പാവം കുറേ കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ നമുക്കിവിടെ നിർത്താം. നാളെ കാലത്ത് എത്ര മണിക്ക്? 6 മണിക്ക്. അല്ലാത്തവരൊക്കെ ആരാന്നാ പറഞ്ഞത്? ഏത് ഫാമിലിപ്പെട്ടവരാന്നാ പറഞ്ഞത്? ലക്ഷൻ. നിങ്ങൾ തീരുമാനിക്കൂ, ലക്ഷന്റെ ഫാമിലിപ്പെട്ടവരാവണോ ശിവന്റെ ഫാമിലിപ്പെട്ടവരാവണോ എന്ന്. അതുകൊണ്ട് 6 മണിക്ക് വരിക എല്ലാവരും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.